നമ്മൾ നേരത്തെ കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അവിടെ കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ സുധാകരനെ മാറ്റി നിർത്തുകയും സുധാകരൻ നിർദ്ദേശിച്ച പേരുകളടക്കം വെട്ടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട നിലവിലെ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി ഇനി തുടർ നീക്കങ്ങൾ എന്ത് ആകും എന്നത് തന്നെയാണ്. സ്വതന്ത്രനായി കുന്നപ്പള്ളി മത്സര രംഗത്തുണ്ടാകുമോ? കഴിഞ്ഞ ദിവസം, അതായത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് അത്തരം ചില നീക്കങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയെ ധിക്കരിക്കില്ല എന്നും തുടർ തീരുമാനം പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് കൈക്കൊള്ളും എന്നുമായിരുന്നു എൽദോസിന്റെ പ്രതികരണം പുറത്തുവരികയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, അതൃപ്തരിൽ ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി എന്നതിൽ തർക്കമൊന്നുമില്ല. ഇനി എൽദോയുടെ നീക്കങ്ങൾ എന്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. നിലവിൽ പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു പക്ഷേ സ്വതന്ത്രനായൊക്കെ മത്സരിക്കുവാനുള്ള സാധ്യത ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, എൽദോസ് ഉയർത്തിയ ഈ കലാപത്തിൻ്റെ ഒരു കൊടിക്കൂറ അത് ഒരല്പമല്ല നന്നായി താഴ്ത്തുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ കുറേ കൂടി വൈകാരികവുമായിരുന്നു. അദ്ദേഹം കൂടുതൽ ഊന്നി നിന്നത് താൻ മത്സരിക്കുമെന്നുള്ള ഒരു സൂചന, അദ്ദേഹത്തിൻ്റെ റിബലായി മത്സരിക്കുമെന്നുള്ളൊരു സൂചന അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ നൽകിയെങ്കിൽ കൂടിയും പിന്നീട് ഇന്നലെ മുതൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം താഴ്ന്നു. ആ ഒരു രീതിയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊന്നും തന്നെ ഈ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നത് മാത്രവുമല്ല, അദ്ദേഹത്തിന് ആരും തന്നെയും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബന്ധപ്പെടാൻ ഒന്നും തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വസ്തുതയിലുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആലോചിച്ച് പ്രതികരിക്കാമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് അതൊരു നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു. പാർട്ടി തനിക്ക് നിരവധിയായ അവസരങ്ങൾ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, 2 വട്ടം MLA ആയി. ഇനി ആലോചിക്കാം, പാർട്ടിക്ക് എതിരെ ഇല്ല എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് എന്നതാണ്. കാരണം അത് അദ്ദേഹത്തെ ഒരുപക്ഷെ കെ സുധാകരനടക്കമുള്ള ഒരു വിഷയങ്ങൾ കുറേ കൂടി വലിയ രീതിയിലേക്ക് പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതേ രീതി അതിൻ്റെ ഒരു അനുരണനങ്ങൾ തീർച്ചയായും പുറത്തുമുണ്ടാകുമായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാം അഭിലാഷ, കാരണം ഇന്നലത്തെ കണ്ണൂരിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത രീതിയോട് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് മറ്റെല്ലായിടത്തും തന്നെ വിമത ശബ്ദമായി ഉയരുമെന്ന് കരുതിയിരുന്ന പലതും, എൽദോസിൻ്റേതുൾപ്പെടെ പലതും ശബ്ദം താഴ്ന്നിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പലരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നൊരു സന്ദേശം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട് ഹൈക്കമാൻഡ്. അത് ആ രീതിയിലേക്ക് സമരസപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് UDF സ്ഥാനാർത്ഥി, പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ മനോജ് മൂത്തേണ്ണുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് എൽദോസിൻ്റെ പരിപൂർണമായ സഹകരണം ഇതിലുണ്ടാകും. അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം പൂർണ്ണ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പെരുമ്പാവൂരിൽ UDF സംവിധാനങ്ങളുള്ളത്, കോൺഗ്രസ് ഉള്ളത് എന്നത് അദ്ദേഹം അടിവരയിടുന്നുണ്ട്. കാരണം എൽദോസ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സന്ദേശം കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുണ്ട്. ഒരുപക്ഷെ മറ്റേതെങ്കിലും DCCയോ KPCCയുമായി സംബന്ധമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലോ എന്തെങ്കിലും സമവായങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൽദോസ് മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഭീഷണി ഉയർത്തിക്കൊണ്ട് മണ്ഡലത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതിനുള്ള ഒരു സാധ്യത ഇന്നലത്തോടുകൂടി തന്നെ ഇല്ലാതായിരിക്കുന്നു. ഏതായാലും അദ്ദേഹം പിന്നീടുള്ള ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഒന്നും തന്നെ അദ്ദേഹം വന്നിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പിൻ്റെ ശബ്ദം അദ്ദേഹത്തിൽ നിന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഈ ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു പ്രവർത്തകനായിട്ട് തന്നെ അദ്ദേഹം മാറിയേക്കാം. ഇപ്പോഴുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്നേക്കാം എന്ന് തന്നെയാണ് ഈ പ്രവർത്തകരും പെരുമ്പാവൂരിലെ കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ നൽകുന്നൊരു സൂചനകൾ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എൽദോസ് ഉയർത്തിയ കാര്യങ്ങൾ, അത് അദ്ദേഹം പറയുന്നത് വൈകാരികമായത് പറഞ്ഞത് തന്നോട് എന്തെങ്കിലും ഒരു സൂചന മാറി നിൽക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താനത് ചെയ്യുമായിരുന്നു. അതിൽ മാത്രമാണ് തനിക്ക് പിണക്കമുള്ളത്. തനിക്ക് അത്തരമൊരു സൂചനകൾ ആരും നൽകിയില്ല. പകരം സിറ്റിംഗ് MLAമാർ എല്ലാവരും ഉണ്ടാകും, ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താനതിൽ പ്രതീക്ഷ വയ്ക്കുകയും മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതെന്നും അദ്ദേഹം പറയുന്നു.
സ്ഥാനാർത്ഥിയോട് തീർച്ചയായും അത് പുതിയ സ്ഥാനാർത്ഥിയോട് ഡാനി എതിർപ്പില്ല, സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥി ഒരുപക്ഷെ പക്ഷേ കോൺഗ്രസിന്റെ തന്നോട് ഇത്തരം സ്ഥാനാർത്ഥി കാര്യങ്ങൾ നിർണയ പറയേണ്ടിയിരുന്നു ചർച്ചകൾ എന്നാണ് ആരംഭിക്കുമ്പോൾ മുതൽ ഉയർന്നു കേട്ടത് MLA മാർ എല്ലാം മത്സരിക്കും. അവിടെ സ്വാഭാവികമായും നമുക്കറിയാം പാലക്കാട് MLA പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാലക്കാട് മാറ്റി നിർത്താം. ഒപ്പം തൃപ്പൂണിത്തുറയായിരുന്നു ബാബുവിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുവെങ്കിൽ മറ്റൊരാൾ. അതിനപ്പുറത്തും ബാക്കി എല്ലാവരും മത്സരിക്കുമെന്നത് തന്നെയായിരുന്നു. അവസാന നിമിഷങ്ങളിലാണ് ഈ എൽദോസ് കുന്നപ്പള്ളിക്ക് മാറേണ്ടതായി വരും എന്ന സൂചനകൾ വന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പരാതിയുണ്ട്. മാത്രവുമല്ല മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഇപ്പോഴും പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ പോലും മണ്ഡലത്തിൽ കൂടുതൽ ജനകീയനാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന ഒരു പൊതു നിരീക്ഷണവുമുണ്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഈ മനോജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ? ആ വോട്ടുകൾ, അതായത് എൽദോസ് അനുകൂലികളുടെ വോട്ടുകൾ കൂടി മനോജ് മുത്തേടത്തിന് നിർണായകമാകില്ലേ? അഭിലാഷ്, അത് നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എൽദോസ് തുടക്കത്തിലെ തന്നെ ഈ തനിക്ക് മത്സരിക്കാൻ കഴിയുമെന്ന ഒരു സൂചനകൾ ലഭിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു. അതേ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ട് പോകുകയും എല്ലാം തന്നെ ചെയ്തു. തൻ്റെ പ്രവർത്തകർക്കും അല്ലെങ്കിൽ തൻ്റെ അനുയായികൾക്കും എല്ലാം തന്നെ അദ്ദേഹം ആ ഒരു സന്ദേശം നൽകുന്നതാണ് അദ്ദേഹം ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ മറ്റൊരിടത്ത് ഒരു ചർച്ചകൾ എങ്ങനെയാണ് എൽദോസിന് കാര്യങ്ങൾ വഴിമുട്ടിയത് എന്നതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള കേസുകൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെ മറുഭാഗത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ഭാഗം വളരെ സജീവമായ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു എതിർപ്പ് എന്നത് കോൺഗ്രസിൽ തന്നെ ഒരു ചേരിതിരിവ് എന്നത് വ്യക്തമല്ല എങ്കിലും വളരെ പരോക്ഷമായിട്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്. അപ്പോൾ അത് ഇല്ലാതാക്കേണ്ടതുണ്ട്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല എന്ന് വലിയ രീതിയിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ശരിയായ അർത്ഥത്തിൽ രണ്ട് രീതിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എൽദോസിനോട് ഈ രീതിയിൽ പെരുമാറണമായിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നവരുണ്ട്. കാരണം ഇത് ഒരു ആക്ഷേപമാണെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് നിരവധിയായ കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് തനിക്കൊരു സ്വീകാര്യതയുണ്ട്. തനിക്ക് അതിലൊരു അഗ്നിശുദ്ധി തെളിയിക്കാനുള്ള ഒരു അവസരം തരണമെന്നതെല്ലാം തന്നെ എൽദോസിനെ വാദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്, ജനപിന്തുണയുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയവുമില്ല. വലിയ രീതിയിൽ തന്നെ അദ്ദേഹം അടുപ്പം പുലർത്തുന്ന ഒരുപാട് പേരിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ വളരെ നിർണായകം തന്നെയാണ്. അത് ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. അത് ഔദ്യോഗിക പക്ഷം അതിന് ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലോ എതിർപ്പോ ഭിന്നസ്വരമോ ഉയർത്തിയാൽ ഒരുപക്ഷെ അടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന സൂചനകൾ തന്നെ ഇതിനകം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ പാർട്ടിക്ക് അനുസൃതമായി നിന്നുകൊണ്ട് ഇനിയും സമയമുണ്ട് മുന്നോട്ട് പോകാൻ. അതായത് ഈ തെരഞ്ഞെടുപ്പല്ല, ഇനി അവശേഷിക്കുന്ന കാലങ്ങളെല്ലാം തന്നെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം അവസരങ്ങൾ ബുദ്ധിപൂർവമായിട്ട് വിനിയോഗിക്കുക, മുന്നോട്ട് പോവുക എന്നതെല്ലാം തന്നെ പല സീനിയർ നേതാക്കളും തന്നെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നൽകുന്ന സൂചനകൾ. അതുകൊണ്ട് എൽദോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അങ്ങനെ ഒരു എതിർപ്പിൻ്റെ ശബ്ദം ഉയരാനുള്ള സാധ്യത ഈ അവസരത്തിൽ കുറവാണ് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അദ്ദേഹം സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നേക്കാം. അത്തരം സൂചനകൾ തന്നെയാണ് മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയും നൽകുന്നത്. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അതുകൊണ്ട് തന്നെ എൽദോസിൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ എല്ലാം തന്നെ വോട്ട് ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ആ രീതിയിൽ വർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയെ അനുനയിപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യമോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമോ ഉണ്ടാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എൽദോസിന്റെ പരാതി എന്നത് നേരത്തെ ഇത്തരത്തിൽ, അതായത് തനിക്ക് മത്സരിക്കേണ്ടതായി വരില്ല എന്നത് പാർട്ടി അറിയിച്ചിരുന്നില്ല. എല്ലാ MLA-മാരും മത്സരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ സിറ്റിംഗ് MLA എന്ന നിലയിൽ താനും അതിനുവേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.